ജോബ് ഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജോബ് ഫെയർ മലയാളത്തിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സഹകരണ ബോർഡിൽ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് അവർ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ്, ജൂനിയർ ക്ലർക്ക്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അങ്ങനെയാണ് നിലവിലിപ്പോൾ 5 പോസ്റ്റുകളിലേക്ക് അവസരം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വിശദമായിട്ട് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം പോകുന്നത് സെക്രട്ടറിയാണ് നോക്കാൻ പോകുന്നത്. കാറ്റഗറി നമ്പർ 1/2024. അപ്പോൾ ഇതിൻ്റെ നിലവിൽ 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സെക്രട്ടറിക്ക് അരുവിക്കര ഫാർമേഴ്സ് സർവീസ് സഹകരണ സംഘം ക്ലിപ്തം ബാങ്കിലേക്ക്, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘം ക്ലിപ്തിലോട്ടാണ് ഇപ്പോൾ 2 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഡിഗ്രി വിത്ത് HDC ആൻഡ് BM വിത്ത് 7 year എക്സ്പീരിയൻസ് ആസ് അക്കൗണ്ട് എബോവ് ദാറ്റ് പോസ്റ്റ് ഇൻ ദ കോപ്പറേറ്റീവ് ബാങ്ക്. ഡിഗ്രിയും പിന്നെ HDC കോഴ്സും പാസ്സായി, അതുപോലെ 7 വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. അപ്പോൾ മറ്റ് ക്വാളിഫിക്കേഷനുകൾ പറയാം. മറ്റ് ക്വാളിഫിക്കേഷൻ ഇത് BSc കോർപ്പറേഷൻ ഓർ ബാങ്കിങ് ആണ് പറയുന്നത്. അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, BCom ഫിനാൻസ് പറയുന്നുണ്ട്. അതുപോലെ BCom വിത്ത് കോർപ്പറേഷൻ വിത്ത് 7 year എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അപ്പോൾ 7 വർഷത്തെ എക്സ്പീരിയൻസ് മസ്റ്റായിട്ടും പറയുന്നുണ്ട്. അതിന് ബന്ധപ്പെട്ട സഹകരണ സംഘം, ബാങ്കർ എന്നിവയാണ് നിയമന അധികാരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേരിട്ടുള്ള നിയമനമായിരിക്കും ഇത് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നമ്മൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് www.cseb.kerala.government.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത്. മുതൽ സെക്രട്ടറി ആണുള്ള പ്രായപരിധി പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സാണ് പറയുന്നത്. റിസർവേഷൻകാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണെന്നും പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വിദ്യാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ തപാൽ മുഖേന അയക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി എന്ന് പറയുന്നത് മെയ് 15 മുതലായിരുന്നു. മെയ് 15 മുതൽ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 2 വരെയാണ്. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ സെക്രട്ടറിയുടെ പോസ്റ്റിലോട്ട് അപേക്ഷിക്കുക. നമുക്കിനി അടുത്ത പോസ്റ്റിലോട്ട് നോക്കാം. കാറ്റഗറി നമ്പർ 2/2024 അസിസ്റ്റൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിൽ 7 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം. സഹകരണ നിയമത്തിന് വിധേയ എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്ക് കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും, അതുപോലെ തന്നെ സഹകരണ ഹയർ ഡിപ്ലോമയും, കേരള സർക്കാർ സംസ്ഥാന യൂണിയൻ HDC അല്ലെങ്കിൽ HDC ഓർ BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDC-MA ആണ് നിലവിൽ പറയുന്നത്. അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc MSc സഹകരണം ആൻഡ് ബാങ്കിങ്ങിലുള്ള ഡിഗ്രി, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്ക് കുറയാതെ BCom ബിരുദവുമാണ് പ്രധാനമായിട്ട് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിൽ 7 വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞത് അത് ഓരോ സഹകരണ സംഘത്തിലോട്ടുള്ളതായിരിക്കും. അത് നിങ്ങൾ വിശദമായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഇവയാണ് സെക്രട്ടറിയുടെ, അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ പോസ്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം മുമ്പ് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളും ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത പോസ്റ്റോട്ട് പറയുന്നത് കാറ്റഗറി നമ്പർ 4/2024 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററാണ്. നിലവിൽ 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് പറയാം. ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് BTech ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, IT ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, MCA MSc, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ഓർ 3 വർഷത്തെ എക്സ്പീരിയൻസ് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അതിൽ മനസ്സിലാക്കിയ ശേഷം മാത്രമേ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിലവിൽ 4 വേക്കൻസി ഉണ്ട്. മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധിയുടെ കാര്യമൊക്കെ അത് തന്നെയാണ്. 40 വയസ്സാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത പോസ്റ്റ് നമുക്ക് നോക്കാം. അടുത്തത് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ 3/2024 ജൂനിയർ ക്ലർക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിലെ 190 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്ലർക്കിന്.
പിന്നെ വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജൂനിയർ ക്ലർക്ക് കാഷ്യർ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് സഹകരണ നിയമനത്തിന് വിധേയം SSLC അതുല്യ യോഗ്യതയും അതുപോലെ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് പാസ്സായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മറ്റ് ക്വാളിഫിക്കേഷൻ്റെ കാര്യമൊക്കെ ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിലവിൽ 190 വേക്കൻസി ജൂനിയർ ക്ലർക്കിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുമ്പ് പറഞ്ഞുകൊണ്ട് ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ പോസ്റ്റ് എവിടെയൊക്കെയാണെന്നുള്ളത് വിശദമായ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തത്. ഏതൊക്കെ സഹകരണ സംഘത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഉള്ളത് ജൂനിയർ ക്ലർക്കിനാണ്. അപ്പോൾ നമുക്ക് അടുത്ത പോസ്റ്റിലോട്ട് നമുക്ക് പോകാം. അടുത്ത പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 5/2024 ഡേറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. നിലവിൽ 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദം, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിൻ്റെ ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡേറ്റ എൻട്രി കോപ്പറേറ്റീവ് തസ്തികയിൽ ജോലി ചെയ്ത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് മെയിനായിട്ടും പറയുന്നത്. അപ്പോൾ നമ്മൾ നിലവിൽ ഇപ്പോൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് 5 പോസ്റ്റുകളായിട്ടാണ് അവസരം വിളിച്ചിരിക്കുന്നത്. സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ജൂനിയർ ക്ലർക്ക്, അതുപോലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസുകൾ ഓരോ പോസ്റ്റിനും വിശദമായ ഡീറ്റെയിൽസ് അപ്പോൾ ഓരോ നോട്ടിഫിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധിയും കാര്യങ്ങളെല്ലാം സെയിം ആയിട്ട് പറയും. അപ്പോൾ ശമ്പള സ്കെയിലിൽ വ്യത്യാസം ചിലയിടത്തൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ ഉള്ളത് ജൂനിയർ ക്ലർക്കിനാണ്. 190 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നല്ലൊരു അവസരമാണ്. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 2 പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർ അപേക്ഷ സമർപ്പിക്കാൻ നോക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 2. മറ്റു വിശദങ്ങൾ നോട്ടിഫിക്കേഷൻ ഓരോ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനിലുണ്ട്. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.